നമസ്കാരം. പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ ഏറ്റെടുത്ത കർമ്മമണ്ഡലങ്ങളിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നത് വഴി അന്തിമമായിട്ട് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കും. എന്നാൽ അതിലൊരു പൂർണ്ണത കൈവരുക എന്നത് 4-5 മാസത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന ധാരണ ഉടമസ്ഥരെ ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് അപേക്ഷകൾ നൽകിയ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കും. ജോലി ഭാരത്താൽ ഇനി മുതൽ ജോലി സ്ഥലത്തിനോടനുബന്ധമായിട്ട് സ്ഥിരതാമസമാക്കുവാനായിട്ട് അന്വേഷണം ആരംഭിക്കുവാനും ഏറെക്കുറെ തൃപ്തിയായിട്ടുള്ള ഒരു വീട് വാടകയ്ക്ക് എടുക്കുവാനും സാധ്യതയുണ്ട്. പരിമിതികൾക്കനുസരിച്ച് ജീവിതത്തെ നയിക്കാനുള്ള ഒരു അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുവാനും അവരെയും കൂട്ടി വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും അവസരം വന്നു ചേരും. വിദേശത്ത് താമസിക്കുന്ന പലർക്കും സകുടുംബം ജന്മനാട്ടിലേക്ക് ഓണാഘോഷത്തിന് എത്തിച്ചേരുവാൻ തക്കവണ്ണം ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ അതിനുവേണ്ടി തയ്യാറാകുവാൻ സാധ്യതയുണ്ട്. അവിചാരിതമായിട്ട് ഭക്ഷ്യവിഷബാധ ഏൽക്കുകയും 1-2 ദിവസം അവധിയെടുക്കുവാനും ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാനും ഡിസംബർ 17 മുൻപ് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ദ്രുതഗതിയിലാക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടവരും. അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാധ്യത കാണുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കും. അഥവാ ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. വേണ്ടപ്പെട്ടവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നുണ്ട്. ദുരാചാരങ്ങളെ ഒഴിവാക്കി സദാചാരങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനും പുതിയ ഭരണ സംവിധാനം അവലംബിക്കുവാനും സാധ്യത കാണുന്നു. ഒരുപക്ഷെ ഈ ഓഗസ്റ്റ് മാസം പകുതി മുതൽ ഉള്ള കാലയളവിലായിരിക്കും പദ്ധതികൾ സമർപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുവാൻ ഇടയുള്ളത്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം അവസരങ്ങൾ ഉണ്ടാകും. അതിശയോക്തി കലർന്ന സംസാര രീതിയിൽ നിന്നും പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട ഒരു വിഹംഗ വീക്ഷണം, ഒരു ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ബന്ധുമിത്രാദികൾ തമ്മിലുള്ള തർക്കങ്ങളിൽ നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കുകയായിരിക്കും നന്നാവുക. സംസർഗ ഗുണത്താൽ സച്ചിന്തകൾ വർദ്ധിക്കുവാനുള്ള സാധ്യത കാണുന്നു. അടിസ്ഥാനരഹിതമായുള്ള ആരോപണങ്ങളെ അതിജീവിക്കുവാനായിട്ട് അഹോരാത്രം പ്രവർത്തിക്കാനും സുതാര്യതയുള്ള സമീപനങ്ങളും അനുകൂലമായി തീരുവാൻ യോഗം കാണുന്നുണ്ട്. വൈവിധ്യങ്ങളായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് എല്ലാം കൃത്യമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിക്കും. പലപ്പോഴും സ്വതസിദ്ധമായിട്ടുള്ള ശൈലി പലർക്കും മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സങ്കല്പങ്ങൾക്കനുസരിച്ച് ഉയരുവാനുള്ള സാഹചര്യങ്ങൾ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഗുണകരമായി തീരും. ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായുള്ള തോന്നലുകളിൽ എല്ലാം ഒഴിവാക്കാൻ തക്കവണ്ണം അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴി പല കാര്യങ്ങളും മറന്നുപോകുവാൻ പോലും സാധ്യത കാണുന്നതുമുണ്ട്. ഇതാണ് പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഓഗസ്റ്റ് മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്.
തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും ധാരാളം വേണ്ടി വരുവാനിടയുള്ളതുകൊണ്ട് ചില കുടുംബ ചുമതലകളെല്ലാം തന്നെ ഒരുപക്ഷെ ജീവിത പങ്കാളിയെയോ മാതാപിതാക്കളെയോ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നടപടിക്രമങ്ങളിലുള്ള കൃത്യത പാലിക്കുന്നതിന്റെ ഭാഗമായിട്ട് മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ അഹോരാത്രം പ്രവർത്തിക്കുവാനും സെപ്റ്റംബർ പകുതി വരെയും ഈ ഒരു പാത തുടരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും സുഹൃത്തിന്റെ സമയോചിതമായിട്ടുള്ള ഇടപെടലുകളെ കൊണ്ട് അബദ്ധങ്ങളെയും അനിഷ്ടങ്ങളെയും അതിജീവിക്കാനുള്ള സാധ്യത കാണുന്നു. ശാസ്ത്രീയ വശങ്ങളൊക്കെ ശരിയാണെങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ചു മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം അബദ്ധങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും കരാറ് ജോലികൾ പലതും വന്നു ചേരുവാൻ ഇടവരുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറവുണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ഒരുപക്ഷെ സ്വന്തം നിലയിൽ ഏറ്റെടുക്കുക വളരെ കുറവായിരിക്കും. എന്നാൽ സുഹൃത്തിന്റെയോ വേണ്ടപ്പെട്ടവരുടെയോ പേരിൽ ഏറ്റെടുത്ത അതിന്റെ ഒരു ഉപവിഭാഗം പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. മേലധികാരി പലപ്പോഴും അവധിയിലായതിനാൽ അദ്ദേഹത്തിന്റെ ചുമതലകളെല്ലാം കൃത്യമായിട്ട് നിർവഹിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് വഴി നവംബർ മാസം മുതൽ പ്രസ്ഥാനത്തിന് ഒരു വിഭാഗത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കാണുന്നുണ്ട്. നറുക്കെടുപ്പിലും സമ്മാന പദ്ധതികളിലും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. മക്കൾക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള ഒരു ഉദ്യോഗം ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രവർത്തന മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട പലവിധത്തിലുള്ള യാത്രകളും ചർച്ചകളും വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട് ഒരുപക്ഷെ ജീവിതശൈലി രോഗങ്ങൾ വന്നു ചേരുവാനോ ഭക്ഷണ ക്രമീകരണങ്ങളിൽ അപാകതകൾ വന്നു ചേരുവാനോ മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ സാധ്യത കാണുന്നു. പലപ്പോഴും പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാനുള്ള ആർജവം ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ യോഗം കാണുന്നുണ്ട്. ജീവിതമാർഗത്തിന് പലവിധത്തിലുള്ള ആശയങ്ങൾ വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും മറ്റൊരാൾ പണം മുതൽ മുടക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ടും അവലംബിച്ചുകൊണ്ടും പ്രാവർത്തികമാക്കുകൊണ്ടും ഒരു ചുമതലകൾ ഏറ്റെടുക്കുകയായിരിക്കും നന്നാവുക. എന്നാൽ അത് ഭംഗിയാക്കി തീർക്കാൻ സാധിക്കുന്നതുമാണ്. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കും. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുവാൻ അവസരം വന്നു ചേരും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനുമുള്ള ഒരവസരം ഒരുപക്ഷെ സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനത്തിന് വളരെ നിർണായകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുവാനിട വന്നു ചേരുന്നത് വഴി ജോലി രാജിവെച്ചാലോ എന്ന പലപ്പോഴും തോന്നൽ ഉണ്ടാകുമെങ്കിലും എന്നാൽ തത്തുല്യമായിട്ടുള്ള ഒരു ജോലി ലഭിക്കാൻ സാധ്യതകൾ സമീപ ഭാവിയിൽ വളരെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലത്തേക്ക് രാജിവെക്കുവാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറുവാനുള്ള ഒരവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അശ്രദ്ധ പരിശ്രമം വേണ്ടിവരും. സൽക്കർമ്മങ്ങൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുവാൻ സാധ്യതയുണ്ട്. പകർച്ചവ്യാധിയെയോ സാംക്രമിക രോഗങ്ങളെയോ നിസ്സാര ചികിത്സകളെ കൊണ്ട് അതിജീവിക്കാൻ സാധിക്കും. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും നന്നാവുക. ഉപഭോക്താവിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ തീരുമാനിക്കും. ഒരുപക്ഷെ നിലവിലുള്ള വ്യവസായ സ്ഥാപനത്തിൽ നിന്ന് മാറി മറ്റൊരു വ്യവസായ സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു സമചിത്തതയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുക തന്നെയായിരിക്കും ഈ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു മാസത്തിന് വേണ്ടി വരുവാൻ, ഈ ഒരു ആഗസ്റ്റ് മാസത്തിന് വേണ്ടി വരുവാൻ സാധ്യതയുള്ളത്. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ ഏറ്റെടുത്ത ദൗത്യം ഭംഗിയായി ചെയ്തു തീർക്കുവാനൊരു ആശ്വാസവും ആത്മവിശ്വാസവും വർദ്ധിക്കും. ഇതിന്റെ വെളിച്ചത്തിൽ സ്ഥാനക്കയറ്റമൊക്കെ ലഭിക്കുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം നവംബറിന് ശേഷം മാത്രമേ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ. വ്യാപാര വിപണന വിതരണ മേഖലയോട് ബന്ധപ്പെട്ട ചർച്ചകളും യാത്രകളും ഫലപ്രദമാക്കി തീർക്കുവാൻ സാധിക്കുമെങ്കിലും മിക്ക ദിവസങ്ങളിലും യാത്രകളൊക്കെ ചെയ്തു തീർത്ത്
വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. 1-2 ദിവസം ഇതിന്റെ വെളിച്ചത്തിൽ അവധിയെടുക്കുവാനുള്ള ഒരു അനുമതി ലഭിക്കുവാനും സാധ്യതയുണ്ട്. പുത്രപൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പുത്രപൗത്രാദികൾക്ക് അവധി ലഭിക്കാത്തതിനാൽ ഓണാഘോഷത്തിനോടനുബന്ധമായി വിദേശത്തേക്ക് പോകുവാനുള്ളൊരു അനുമതി ലഭിക്കുവാനും അതിനുവേണ്ടി തയ്യാറാകുവാനും സാധ്യത കാണുന്നുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു വിഹക വീക്ഷണം വേണ്ടി വരുന്നത് വഴി ഒരു പക്ഷേ ചില ആരാധനാലയ ദർശനം മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മംഗളകർമ്മങ്ങൾക്ക് പങ്കെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് മുൻപ് തന്നെ അവിടെ ചെന്ന് ഒരു ആശ്വാസവചനങ്ങൾ നൽകുവാൻ അവസരമുണ്ടായിത്തീരും. ഏത് പ്രകാരത്തിലും സമയബന്ധിതമായിട്ട് നടക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്ക് പലപ്പോഴും തൊഴിൽപരമായിട്ടുള്ള മേഖലകൾ ഒരു ചെറിയൊരു തടസ്സങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. എന്നിരുന്നാലും ജോലി തന്നെയാണ് പ്രാമുഖ്യം, ഉദ്യോഗം തന്നെയാണ് ഈശ്വരൻ എന്ന സങ്കല്പത്തോടുകൂടി അഹോരാത്രം ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് സന്നദ്ധതയുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടാവുന്നത്. ദുസ്സൂചനകൾ ലഭിച്ചതിനാൽ പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും പിന്മാറുവാൻ ഒരു ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. കാർഷിക വിളകളിൽ നിന്നും ഉദ്ദേശിച്ച പോലെ അനുകൂലമായുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. മംഗളവേളകളിൽ വെച്ച് പുതിയ സ്നേഹബന്ധം ഉടലെടുക്കാൻ അവസരം വന്നു ചേരും. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ അവസരം വന്നു ചേരുവാനിടയുണ്ട്. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ പരിഗണിക്കാൻ അവസരം വന്നു ചേരും. പുതിയ കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുന്നത് വളരെ ആശ്വാസത്തിനോ അല്ലെങ്കിൽ അതിന് ഒരു മനസ്സിന് സംതൃപ്തിയുള്ള കൃഷി രീതികളായതുകൊണ്ട് സഹപ്രവർത്തകരുടെയും അല്ലെങ്കിൽ സമാന ചിന്താഗതിയുള്ളവരുടെയും സാമ്പത്തികമായുള്ള സഹായം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. സഹപാഠികളോടൊപ്പം ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കില്ലെങ്കിലും ഉദ്ദേശിച്ച വിഷയത്തിൽ തൃപ്തിയായ വിദ്യാലയത്തിൽ ഉപരിപഠനത്തിന് ചേരുവാൻ അവസരം വന്നു ചേരും. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ മംഗളകരമാക്കി തീർക്കുവാനും നേതൃത്വ സ്ഥാനം വഹിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും കഠിനാധ്വാനം വേണ്ടിവരും എന്ന ധാരണയുണ്ടെങ്കിൽ പോലും ഏറെക്കുറെ തൃപ്തികരമായുള്ള രീതിയിൽ ഭംഗിയാക്കി തീർക്കുവാൻ സാധിക്കും. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തവരിൽ നിന്നും പ്രത്യുപകാരങ്ങൾ വന്നു ചേരുവാൻ അവസരം വന്നു ചേരുവാനിടയുണ്ട്. പുതിയ കരകർജോലികൾ പലതും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും ആത്മാർത്ഥ സുഹൃത്തിന്റെയും അനുഭവജ്ഞാനമുള്ളവരുടെയും നിർദ്ദേശപ്രകാരം പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നത് അബദ്ധമായി തീരുവാൻ സാധ്യത കാണുന്നതുമുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. സമീപഭാവിയിൽ ഭൂമി വിൽപ്പനയ്ക്ക് പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ സമീപഭാവിയിൽ അവിടെ റോഡ് വികസനം വന്നു ചേരുന്നുണ്ട് എന്നറിഞ്ഞതിനാൽ തൽക്കാലത്തേക്ക് വിൽപ്പനയ്ക്ക് മാറ്റിവെക്കുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. സജീവ സാന്നിധ്യത്താൽ എല്ലാ വിധത്തിലുള്ള അനിഷ്ടങ്ങളെയും അതിജീവിക്കുന്നതിന് യോഗം കാണുന്നു. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. മംഗളകർമ്മങ്ങളിൽ സജീവമായിട്ടുള്ള സാന്നിധ്യം വേണ്ടിവരും. പുതിയ പദ്ധതികൾ പലതും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള മേഖല വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന നിർദ്ദേശം സ്വീകരിക്കുക തന്നെയായിരിക്കും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ വേണ്ടി വരുവാൻ സാധ്യതയുള്ളത്. നമസ്കാരം.